ബിന്ദു അലക്സ് തോമസ് അല്ലേ? ബിന്ദു എൽസ തോമസ്. പ്രിയപ്പെട്ട ക്രിസ്തർ, വിനോദ് സാറ്, ഉപസ്ഥരായിരിക്കുന്ന ബഹുമാന്യരെ, പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ, അതുപോലെ സദസ്സിൽ ഉപസ്ഥരായിരിക്കുന്നവരെ, ഈ 4 സീസൺസിന്റെ ഈ പടത്തിലേക്ക് എനിക്കൊരു വിളി വന്നപ്പോൾ ആദ്യത്തിന് ഈ പേരിൽ തന്നെ ആകെപ്പാടെ ഒരു കൺഫ്യൂഷൻ ഫീൽ ചെയ്തിരുന്നു. 4 സീസൺസ് ഞാൻ വിചാരിച്ചിരുന്നത് നമ്മുടെ 4 സീസൺസ് വേനൽക്കാലമുണ്ട്, മഴക്കാലമുണ്ട്, അങ്ങനെയൊക്കെയുള്ള 4 സീസണെ സംബന്ധിച്ച് എന്താ ഒരു ക്രിയേഷൻ ഇതിൽ വന്നിരിക്കുന്നത് എന്നുള്ള ഒരു ചിന്ത എൻ്റെ മനസ്സിൽ കൂടെ കടന്നുപോയി. പക്ഷേ ഈ പടത്തിൽ അഭിനയിച്ചു എൻ്റെ സീനുകളൊക്കെ വന്നപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ ജീവിതത്തിൽ കൂടെ കടന്നു പോകുന്ന വേരിയന്റ്, പല സീസണുകൾ, പല വേരിയന്റ്. ഒരു കുട്ടിയുടെ അമ്മയായിട്ടാണ്, അതായത് ഹീറോയുടെ അമ്മയായിട്ടാണ് ഞാനിതിൽ അഭിനയിച്ചിരിക്കുക. ആദ്യ കാലഘട്ടങ്ങളിൽ ആ മകന്റെ വളർച്ചയിൽ കടന്നു വരുന്ന ഒരു സ്റ്റേജ്, പിന്നീട് ആ +2 അല്ലെ കൗമാര കാലഘട്ടത്തിലേക്ക് കടന്നു വരുമ്പോൾ അവനിലുണ്ടാകുന്ന മാറ്റങ്ങൾ, അതോടൊപ്പം ഒരു മ്യൂസിക്കൽ എന്റർടൈനർ എന്നതിലുപരി എനിക്ക് ഫീൽ ചെയ്തത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ, ഒരു ഫാമിലി ലൈഫിൽ നമ്മൾ അനുഭവിക്കുന്ന സ്ട്രഗിൾ, നമ്മുടെ സ്ട്രെയിനും സ്ട്രഗിളും ഈ കാര്യങ്ങളും വ്യക്തമാക്കി തരാൻ വേണ്ടി തീർച്ചയായിട്ടും ഈ പടത്തിന്റെ പല ഭാഗങ്ങളിൽ കൂടെയും സംവിധായകനും അതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് കൃത്യമായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. പറയാൻ കാരണം ഒരു നമ്മുടെ ഫാമിലി ലൈഫിൽ ഈ ഭാരം മുഴുവൻ ചുമക്കുന്ന ഒരു ഏരിയ എനിക്ക് ആ ഒരു ഫീൽ ഉണ്ടാവണം എന്ന് വിനോദ് സാർ പറഞ്ഞപ്പോൾ സത്യത്തിൽ അതായത് വലിയൊരു കുടുംബത്തെ കയ്യിലെടുത്ത് മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഒപ്പം മ്യൂസിക്കിനെ ഇഷ്ടപ്പെടുന്ന അച്ഛനെയും മകനെയും അവരെയും ചേർത്ത് നിർത്തി കൊണ്ടുപോകുന്ന ആ ഒരു ക്രൈസിസ്, ഒരു പക്ഷേ ഈ ഏരിയയിൽ തന്നെ അല്ലെങ്കിൽ മറ്റു പല രീതികളിൽ നമ്മുടെ കുടുംബങ്ങളിൽ അനുഭവിക്കുന്ന ഒരു ക്രൈസിസ് ആയിരിക്കും അത്. ആ ഒരു ഫീല് കൊടുക്കണം എന്നാണ്. അപ്പൊ സാറ് പറഞ്ഞത് ഒരു കണ്ടീഷണൽ ആർട്ടിസ്റ്റ് ആണോ അല്ലയോ എന്നുള്ള കാര്യം സാറ് പറഞ്ഞപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. കാരണം ഫ്ലെക്സിബിൾ ആയിട്ട് ഒരു ഡയറക്ടറുടെ ഇഷ്ടമനുസരിച്ച് ഒരു ഡയറക്ടർ ആർട്ടിസ്റ്റായിട്ട് മാറിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ സാറാണത് തീരുമാനിക്കുന്നത്. അന്ന് എടുത്തപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് പല കാര്യങ്ങളും തിരുത്തി തന്നു. സാറിൻ്റെതായ ആ ഒരു ഇമേജിനനുസരിച്ച് എനിക്ക് വരാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എങ്കിൽ പോലും സാറ്റിസ്ഫൈഡ് ആണെന്നാണ് സാർ പറഞ്ഞിരുന്നത്. റിവ്യൂ കണ്ടവരും വളരെ നല്ല മ്യൂസിക്കൽ എന്റർടൈനറായിട്ടാണ് പറഞ്ഞത്. അതുപോലെ 7 പാട്ടുകൾ കടന്നു വന്നിരിക്കുന്ന ഒരു സീൻ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു കഥയെ എത്രമാത്രം നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും. അത് എപ്പോഴും നമ്മൾ ഒരു എന്റർടൈനറായിട്ട് നമ്മൾ എപ്പോഴും മ്യൂസിക് ആസ്വദിക്കുന്ന ആളുകളാണ്. പക്ഷെ ഇത് വളരെ വേരിയന്റ് ആയിട്ടുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള തലങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഒരു മ്യൂസിക്കൽ എന്റർടൈനർ ഫിലിം കൂടിയാണ്. ഇതിൽ അവസരം തന്ന സാറിന്, ക്രിസ് സാറിന്, അതുപോലെ വിനോദ് സാറിന്, ബാക്കി എല്ലാവർക്കും, ഓൾ ക്രൂസിന് ഒരുപാട് നന്ദിയുണ്ട്. ഏകദേശം 29ഓളം സിനിമകളിൽ ഇപ്പോൾ അഭിനയിച്ചു കഴിഞ്ഞു. മഹിഷമാരുടെയും കൊറോണ തവാൻ, അഭ്യൂഹം, കുടുംബശ്രീ, കുഞ്ഞാടും, അങ്ങനെ മെയിൻ ആർട്ടിസ്റ്റുകളുടെ എല്ലാം കൂടെ ചെയ്തു. അപ്പോൾ ഇപ്പോൾ വിജയകരമായി ഓടിക്കൊണ്ടിരിക്കുന്നു. 4 സീസൺസ് ഇപ്പോൾ റിലീസാവുന്നു. ഒരു ഏകദേശം 35ഓളം ഷോർട്ട് ഫിലിംസ് കഴിഞ്ഞു. 10-15 ആൽബംസ്, വെബ് സീരീസ്, ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഈ ഏരിയയിലേക്ക് കടന്നു വന്നു. 4-5 ഫിലിംസ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ കടന്നു വന്നപ്പോൾ ഈ 4 സീസൺസിന്റെ റിലീസിങ്ങിന് വേണ്ടിയിട്ട് ഏറെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എന്നോടൊപ്പം പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളും എല്ലാവരും കൂടെ ഉണ്ടാവും എന്ന് ഉറച്ച വിശ്വാസമുണ്ട്. തികച്ചും ഏറെ സ്നേഹത്തോടു കൂടി തന്നെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് തന്നെ ഒരുപാട് നന്ദിയുണ്ട് സാറിനോട്, കൂടെ ഉണ്ടായിരുന്ന എല്ലാ ക്രൂസിനോടും എല്ലാവരും നന്ദിയോടും സ്നേഹത്തോടും കൂടി ഈ അവസരം തന്നതിന് എല്ലാവർക്കും ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. താങ്ക് യു.